അത്ഭുത കാഴ്ചകൾ ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ. തെക്കോട്ടിറക്കം പൂർത്തിയാകുമ്പോൾ ഇനി അടുത്തതായി നടക്കാനിരിക്കുന്നത് അതിമനോഹരമായ കുടമാറ്റമാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാൻ കൊതിക്കുന്ന കാഴ്ച ആ കുടമാറ്റത്തിൻ്റെ കാഴ്ച തന്നെയാണ്. ആ കാഴ്ചകൾക്ക് ഇനി അല്പനിമിഷം മാത്രമേ പ്രേക്ഷകർ കാത്തിരിക്കേണ്ടതുള്ളൂ. ഇരുപക്ഷത്തും, അതായത് പാറമേക്കാവും തിരുവമ്പാടിയും മുഖാമുഖം അണിനിരന്നു കഴിഞ്ഞു. അവരുടെ ഗജനിരയ്ക്ക് മുൻപിൽ അവർ പ്രദർശിപ്പിക്കാനിരിക്കുന്ന ഓരോ കുടകളും ഇടം പിടിച്ചു കഴിഞ്ഞു. അവർ കൃത്യമായി താളത്തിനൊത്ത് മേളത്തിൻ്റെ കാലത്തിനനുസരിച്ച് അവരോരോ കുടകളായി പ്രദർശിപ്പിക്കും. ഇത്തവണ കുടകളുടെ ഒരു ബാഹുല്യമില്ല. നമുക്കെപ്പോഴും ഓർക്കണം, ഓരോ തവണയും തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം നടക്കുന്ന സമയത്ത് ഗജനിരയ്ക്ക് പിറകിൽ കുടകളിങ്ങനെ തക്കം പാർത്തിരിക്കുന്ന വലിയ കാഴ്ച നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ കാഴ്ചയില്ല. കുടമാറ്റം നിയന്ത്രണത്തിൻ്റെ ഭാഗമായി, വെടിക്കെട്ട് അപകടത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ആ എണ്ണം കുറച്ച്, സമയം കുറച്ചുകൊണ്ട് മാത്രം കുടമാറ്റം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ആ ഒരു നിബന്ധന പാലിച്ചുകൊണ്ട്, ആ ഒരു നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഇത്തവണ ദുരന്തത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇത്തവണത്തെ കുടമാറ്റം ആ തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഗജനിരയ്ക്ക് പിറകിലും ഇപ്പോഴിതാ ആ കുടകളിങ്ങനെ അണിനിരക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗോപുരത്തിൻ്റെ തൊട്ടു മുൻപിൽ നിൽക്കുന്നത് തിരുവമ്പാടി ഭഗവതിയും, ഗോപുരമില്ലാതെ ആ പ്രദക്ഷിണ വഴിയിൽ നിൽക്കുന്നത് പാറമേക്കാവ് ഭഗവതിയും തന്നെയാണ് എന്നുള്ളതാണ്. ഈ കാഴ്ചയിൽ ഏറ്റവും മനോഹരമായി തോന്നുന്നത് തീർച്ചയായും തിരുവമ്പാടിയുടെ വിഭാഗം തന്നെയാണ്. കാരണം ആ ഗോപുരത്തിൻ്റെ മനോഹാരിത അവർക്ക് ഗുണം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പാറമേക്കാവ് വിഭാഗവും പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ ഗജനിരയും കാണാം. അങ്ങനെ ഇരു ഗജനിരയും ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ആ ഗജനിരയ്ക്ക് മുമ്പിൽ അക്ഷമരായി കാത്തിരിക്കുന്ന ജനസഞ്ചയത്തെ നമുക്ക് കാണാം. അവർ കാത്തിരിക്കുന്നത് കുടമാറ്റമൊന്ന് തുടങ്ങാനാണ്. അവർക്കറിയാം ഇത്തവണ അവർക്ക് മുൻ വർഷങ്ങളിലേതിന് സമാനമായ കാഴ്ചകളൊന്നും തന്നെ അവർക്കിന്ന് കാണാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ ജനങ്ങളാണ്. ഇത്തവണ സ്പെഷ്യൽ കുടകൾ ഉണ്ടാകില്ല എന്ന് അവർക്കറിയാം. ഇത്തവണ അവർ കാത്തിരിക്കുന്ന, അവരുടെ കാത്തിരിപ്പിനെ പോലും, അവരുടെ ആ പ്രതീക്ഷകളെ പോലും, ആ പ്രതീക്ഷകളെ കടത്തിവെറ്റുന്ന സ്പെഷ്യൽ കുടകൾ ഇത്തവണ ഉണ്ടാവില്ല എന്നറിയുന്ന ജനക്കൂട്ടം തന്നെയാണ് അവിടെ ഉള്ളത്. ആ LED ഇതാ കുടക മാറ്റം ആരംഭിച്ചിരിക്കുന്നു. പാറമേക്കാവ് വിഭാഗം ആദ്യ കുട ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആദ്യ കുട ഗജനിരയ്ക്ക് മുമ്പിൽ ഉയർന്നിരിക്കുന്നു. ഇതാ തിരുവമ്പാടി വിഭാഗവും ചുവന്ന നിറത്തിലുള്ള കുട ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ചെമ്പട്ടണിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഗജനിര. ചെമ്പട്ടണിഞ്ഞു നിൽക്കുന്ന ഗജനിര മനോഹരമായ കാഴ്ച. ആ ചുവപ്പ് നിറത്തിന് മുകളിൽ സ്വർണ്ണ അലുക്കുകൾ ചേർത്തുകൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം ഈ ജനസഞ്ചയത്തിന്, ഈ പൂര കേരളത്തിന് സമ്മാനിച്ചത്. അതിനു മുമ്പ് ആ പച്ച നിറത്തിലുള്ള കുടകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പാറമേക്കാവ് വിഭാഗവും ഈ പൂര കേരളത്തിന് കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരിക്കുന്നു എന്നുള്ള കാഴ്ച അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പച്ചയും നീലയും ഒരു മയിൽപ്പീലി ചന്തം പോലുള്ള കുടയാണ് ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം, പാറമേക്കാവ് വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. ആ പാറമേക്കാവ് വിഭാഗം ആദ്യം കുടമാറ്റിയപ്പോൾ രണ്ടാമത് കുടമാറ്റിയത് തിരുവമ്പാടി വിഭാഗമാണ്. ആ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഒരു അത്തരത്തിലൊരു പല വർണ്ണങ്ങളുള്ള ഒരു കുട നിവർത്തിയപ്പോൾ പച്ചയും ചുവപ്പുമെന്നുള്ള ഒരു കുടയാണ് ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കുടയിലുള്ളത് ശിവൻ്റെ ചിത്രമാണ്. ഇപ്പോൾ ഇതാ പാറമേക്കാവ് വിഭാഗം അടുത്ത കുട ഉയർത്തിയിരിക്കുന്നു. ഒരു കാവി നിറത്തിലുള്ള കുട ഉയർത്തിയിരിക്കുന്നു തിരുവമ്പാടി വിഭാഗം. പാറമേക്കാവ് വിഭാഗം ഇതാ നടുക്ക് മഞ്ഞക്കുടയും മറ്റ് ഗജനിരയിലെല്ലാം തന്നെ കാവി നിറത്തിലുള്ള കുടകൾ നിവർത്തിയിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആളുകളുടെ ആർപ്പുവിളി പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നില്ലേ? ആ മേളത്തെയും കവച്ചു വെക്കുന്ന ആളുകളുടെ ആർപ്പുവിളി കാണുന്നില്ലേ? ഓരോ കുടയും മാറ്റുമ്പോൾ അവരിങ്ങനെ ആർപ്പു വിളിക്കുന്നത് എന്തിനാണ്? അത് നൽകുന്ന കാഴ്ചയുടെ അനുഭവം. മനോഹരമായുള്ളൊരു കുട ഉയർത്തിക്കൊണ്ട് ഇതിനൊരു മറുപടിയായി തിരുവമ്പാടി ആ മനോഹരമായ കുട വാനിൽ ഉയർന്നിങ്ങനെ നിൽക്കുന്നു. ആ മനോഹരമായ കുടകളുടെ എത്ര മനോഹരമാണ് ആ ദൃശ്യം. എന്തായാലും 15 മിനിറ്റ്, കേവലം 15 മിനിറ്റുകളാണ് ഈ കുടമാറ്റത്തിനുള്ളതെങ്കിലും അത് എത്രത്തോളം മനോഹരമാക്കാമെങ്കിൽ അത്രത്തോളം മനോഹരമാക്കാം എന്ന് തൂവെള്ള അരുണ് പറഞ്ഞത് അത് കൃത്യമാണ്. അത് ഒട്ടും അലങ്കാരങ്ങളില്ലാത്ത ഒരു തൂവെള്ള കുടകളാണ് ഇപ്പോൾ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. അതിൻ്റെ തന്നെ ചന്തം കണ്ടില്ലേ, നടുക്കൊരു സ്വർണ്ണ നിറത്തിലുള്ള കുടയും മറ്റ് 14 ആനകളിലായി വെള്ള നിറത്തിലുള്ള ഒരു കുടയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആ വെള്ള നിറത്തിലുള്ള കുടയ്ക്ക് ചന്തം നൽകുന്നത് തൊട്ടു താഴെയുള്ള സ്വർണ്ണ അലുക്കുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പാറമേക്കാവ് വിഭാഗത്തിലേക്ക് ക്യാമറ ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ചിരിക്കുന്നത് അടുത്ത ഈ വെള്ളക്കുടയ്ക്ക് പകരം പാറമേക്കാവ് വിഭാഗം ഉയർത്താൻ പോകുന്ന കുട എന്താണ് എന്ന് കാത്തിരിക്കുകയാണ്. ഈ വെള്ളക്കുടയ്ക്ക് മറുപടിയായി എന്ത് നൽകും? ഇത്തവണ വാശിയൊന്നുമില്ല, ഇത്തവണ ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കുക മാത്രമാണ് ലക്ഷ്യം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതാ കുട ഏത് കുടയായിരിക്കും, ഏത് നിറമായിരിക്കും? അതും മറ്റൊരു കുടയാണ്. വെള്ള നിറത്തിന് സമാനമായി തന്നെ ഒരു ലൈറ്റ് നിറത്തിലുള്ള മറ്റൊരു കുട. നമുക്കതിൻ്റെ ക്ലോസപ്പ് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താണെന്ന് ഇപ്പോൾ ഇതാ മറ്റൊരു കുട തിരുവമ്പാടി വിഭാഗവും ഉയർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള കുട, വർണ്ണശബളമായിട്ടുള്ളൊരു കുടയാണ് അതിൽ തിരുവമ്പാടി വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പ്ലെയിൻ ആയിട്ടുള്ളൊരു വെള്ളക്കുടയായിരുന്നു, അലങ്കാരങ്ങളൊന്നുമില്ലാത്ത കുട. പക്ഷേ ഇപ്പോഴത്തെ കുട കണ്ടില്ലേ, എത്ര രാജകീയ പ്രൗഢിയോട് കൂടിയ കുടയാണ് ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം ഉയർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ മനോഹരമായ, അതിമനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളോട് കൂടിയ പല വർണ്ണത്തിലുള്ള കുട തിരുവമ്പാടി വിഭാഗം ഉയർത്തിയിരിക്കുന്നു. പാറമേക്കാവ് വിഭാഗവും അത്തരത്തിൽ തന്നെ നിരവധി ഡിസൈനുകളിലുള്ള പല വർണ്ണത്തിലുള്ള കുട തന്നെ ഇത്തവണ തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവ് വിഭാഗവും പരസ്പരം ഉയർത്തി അവരുടെ ആ കരവിരുത് തെളിയിച്ചിരിക്കുകയാണ്. ഈ നിയന്ത്രണങ്ങൾക്കിടയിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തുടക്കത്തിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കുടകൾ, ഇത്രയും മനോഹരമായിട്ടുള്ള കുടകൾ അവർ ഉയർത്തുമ്പോൾ എങ്ങനെയാണ് ഈ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു കുടമാറ്റമായിരുന്നുവെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ ഇന്ന് പൂര കേരളത്തിന് കാണാൻ സാധിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള കുടകൾ എത്തിയെങ്കിൽ ഈ അണിയറയിൽ ഒരുങ്ങി ഇപ്പോൾ ഈ പൂരപ്പറമ്പിൽ എത്താതിരുന്ന ആ കുടകളുടെ കൂടി വ്യഥയുടെ കഥയാണ് ഈ കുടമാറ്റം കാണാൻ സാധിക്കും. വീണ്ടും അടുത്ത ഒരു കുടമാറ്റത്തിലേക്ക് പാറമേക്കാവ് പോവുകയാണ്. ഏറ്റവും വർണ്ണാഭമായ ഒരു കുട കൂടി ഇതിനൊരു മറുപടിയായി 2 കുടമാറ്റങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും മനോഹരമായുള്ള കുടമാറ്റം നടക്കുന്നു. പകരത്തിന് പകരമായുള്ള ആ മനോഹരമായുള്ള ആ കുടമാറ്റം നടക്കുന്നു. തീർച്ചയായും ഒരു നീല നിറത്തിലുള്ള കുട പ്രദർശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം ഇപ്പോൾ കണ്ണിന് ഇമ്പമുള്ള ഒരു കാഴ്ച നൽകിയിരിക്കുന്നു, ആ നീലിമ നൽകിയിരിക്കുന്നു. പക്ഷേ പാറമേക്കാവ് വിഭാഗം അതിന് കുറച്ച് കടും നിറത്തിലുള്ള ഒരു കറുപ്പിനോട് സാദൃശ്യമുള്ള മറ്റൊരു കുട ഉയർത്തിയിട്ടാണ് ഇപ്പോൾ പാറമേക്കാവ് വിഭാഗം അതിന് മറുപടി നൽകിയിരുന്നത്. അങ്ങനെ കറുപ്പും നീലയും പരസ്പരം മുഖം നോക്കി നിൽക്കുന്നു. അതിന് നടുക്ക് ആ മാറി വന്ന കുടയ്ക്ക് അഭിവാദ്യം എന്ന വണ്ണം ആളുകളിങ്ങനെ ആർപ്പ് വിളിച്ച് ആരവം മുഴക്കുന്നു. മേളത്തിനും ആ മേളകലാകാരന്മാർ, എണ്ണം പറഞ്ഞ ചെണ്ടകലാകാരന്മാരെല്ലാം ഉയർത്തുന്ന വാദ്യമേളങ്ങളെ തോൽപ്പിക്കുന്ന ആർപ്പുവിളികൾ ഇപ്പോൾ ആയിരം കണ്ടങ്ങളിൽ നിന്ന് ഉയരുകയാണ്. വടക്കുന്നാഥൻ്റെ തെക്ക് ഗോപുര നടയ്ക്ക് മുമ്പിൽ ഒരു നീലയും ചുവപ്പും കടന്ന ഒരു ഇരുണ്ട നിറത്തിലുള്ള കുട ഉയർത്തിക്കൊണ്ട് പാറമേക്കാവ് വിഭാഗം പ്രദർശിപ്പിച്ചപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ഇളം നീല നിറത്തിലുള്ള കുട പ്രദർശിപ്പിച്ച് തിരുവമ്പാടി വിഭാഗവും മറുപടി നൽകിയിരിക്കുന്നു. ആ കുടകളിൽ നിറയുകയാണ് കാരണം ഇപ്പോൾ ഈ കുടകൾ സുലഭമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വീണ്ടും അടുത്ത കുടമാറ്റത്തിലേക്ക് പോകുന്നു. അടുത്ത ഏറ്റവും പാറമേക്കാവ് വിഭാഗമാണ് മറ്റൊരു കുട പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തിരുവമ്പാടിയും തൊട്ടു പിന്നാലെ ആ കുടകൾ ഉയർത്തുന്നു. രണ്ടുപേരും ഒരുപോലെ ഉയർത്തുന്നു, ഒരേപോലെ ഉയർത്തുന്നു. ഏറ്റവും മനോഹരമായ, എത്ര മനോഹരമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഏറ്റവും മനോഹരമായുള്ള കാഴ്ചകളിലേക്ക് പോകുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും ഇതാ അവരുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും ഇമ്പമുള്ള കുടകൾ അവരിതാ സമർപ്പിക്കുന്നു. പുരുഷാരമെങ്കിൽ കാത്ത് പാറമേക്കാവിന്റെ കുട അതിമനോഹരമാണ്. ഇപ്പോൾ കണ്ട പാറമേക്കാവിന്റെ കുട അതിമനോഹരമാണ് തന്നെ നമ്മൾ പറയേണ്ടി വന്നു. വളരെ വലിയ അലുക്കുകളോടും അതുപോലെ വളരെ വലിയ അലങ്കാരങ്ങളോടും കൂടിയ ഒരു കുടയാണ് പാറമേക്കാവ് വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. തിരുവമ്പാടി വിഭാഗം ഒരു പിങ്ക് ഷെയ്ഡോട് കൂടിയ ഒരു കുട ഉയർത്തി അതിന് മറുപടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ എത്ര മനോഹരമായ ഒരു ദൃശ്യം! ഇങ്ങനെ കുടമാറ്റം ഇങ്ങനെ നടക്കുമ്പോൾ വീറും വാശിയും ഒന്നുമില്ലാതെ ഏറ്റവും മനോഹരമായ ആ നിമിഷങ്ങളിലൂടെ പോകുമ്പോൾ എത്ര പുരുഷാരമാണ് ഇങ്ങനെ കാത്തിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ആ പാറമേക്കാവ് വിഭാഗം ഉയർത്തിയ ഒരു കുട വർണ്ണശബളമായിട്ടുള്ള ഒരു കുട എന്ന് തന്നെ വേണം. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അതിരുകളിടാതെ വർണ്ണങ്ങളെ
ഇങ്ങനെ ഒരു ഹോളിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇങ്ങനെ വർണ്ണങ്ങൾ വാശി പിടിയാ. അതെ, പാറമേക്കാവ് അടുത്ത കുടമാറ്റത്തിലേക്ക് പോകുന്നു. എന്തായാലും മറുപടി ഉടൻ തന്നെ ഉണ്ടാകും. തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നും മറുപടി ഉടൻ ഉണ്ടാകും. എന്തായാലും പുരുഷാരം ഒന്നാകെ കാത്തിരിക്കുകയാണ് ആ കുടയുടെ ആ നിറം കാണാൻ. തിരുവമ്പാടിയുടെ മറുപടി കാണുവാരുടെ തിരുവമ്പാടി എന്താണ് ഒരുക്കിച്ച് വെച്ചിരിക്കുന്നത്. തിരുവമ്പാടി ഇപ്പോഴിതാ വെള്ള നിറത്തിലുള്ള കുടയിൽ മറ്റ് ഇതുപോലെ തന്നെ മറ്റ് അലങ്കാരങ്ങളുള്ളൊരു കുട ഉയർത്തിയിരിക്കുന്നു. പാറമേക്കാവ് വിഭാഗം നേരത്തെ തന്നെ ഒരു നീല ഷെയ്ഡോട് കൂടിയ മറ്റൊരു കുട ഉയർത്തിയിരിക്കുന്നു. അത്തരത്തിൽ പരസ്പരം കുടകൾ ഇങ്ങനെ ഉയർത്തി ഇതിന് വാശിയേറിയ മത്സരം തന്നെയാണ് ഇത് എന്ന് പറയുന്നു. ആരോഗ്യകരമാണെങ്കിൽ പോലും വാശിയേറിയ മറ്റൊരു മത്സരം തന്നെയായിരുന്നു ഈ കുടമാറ്റം എന്ന് പറയുന്നത്. എനിക്ക് വളരെ വലിയ ദുഃഖമുണ്ട്. എത്രയോ കുടകൾ ഇവിടെ പ്രദർശിപ്പിക്കാനാകാത്ത എത്രയോ കുടകൾ അണിയറയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടാകും. അവരെയെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് വെള്ളയിൽ എനിക്ക് തോന്നുന്നു മയിൽപ്പീലി ചന്തം വെള്ളയിൽ മയിൽപ്പീലി ചന്തമുള്ള മയിൽപ്പീലികൾ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു കുടയാണ് തിരുവമ്പാടി വിഭാഗം നേരത്തെ ഉയർത്തിയത്. അതിന് മറുപടിയായി പാറമേക്കാവ് വിഭാഗം ഒരു നീല നിറത്തിലും നടുക്ക് തിരമ്പേറ്റിയ ആനയ്ക്ക് ഒരു പിങ്ക് നിറത്തിലുമുള്ള ഒരു കുടയും ഉയർത്തിക്കൊണ്ട് അവരിപ്പോൾ കാത്തിരിക്കുകയാണ് അടുത്ത. അതേ, ഒരു മഞ്ഞ നിറത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള കുട. ഈ ഗജനിരയ്ക്ക് മുകളിൽ ഇങ്ങനെ വർണ്ണങ്ങൾ ഇങ്ങനെ മാറി മറയുകയാണ്. മറ്റൊരു വസന്തം തന്നെ ഗജനിരയ്ക്ക് മുൻപിലുണ്ടാകുന്നു. ഒരു മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ഓരോ പൂക്കൾ നമ്മളെ ഇങ്ങനെ സ്വീകരിക്കാനുണ്ടാകും. അതിൻ്റെ വർണ്ണം, അതിൻ്റെ വലിപ്പമെല്ലാം നമ്മളെ ഏറ്റവും മനോഹരമായ ഒരു കുട കൂടി ഒരു വാടാമല്ലിച്ചന്തമാണ് ആ കുടയ്ക്കുള്ളത് എന്നുള്ളത്. തിരുവമ്പാടിയുടെ കുടയ്ക്ക് ഒരു വാടാമല്ലിച്ചന്തമുണ്ട്. അങ്ങനെ നേരത്തെ ഇതാ പാറമേക്കാവ് വിഭാഗം ഉയർത്തിയ കുടയിലുണ്ടായിരുന്നത് ഒരു തെയ്യം ആലേഖനം ചെയ്തുകൊണ്ടുള്ള തെയ്യത്തിൻ്റെ മുഖപ്പ് ആലേഖനം ചെയ്തുകൊണ്ടുള്ള കുടയായിരുന്നു. ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം അതിന് മറുപടിയായി ഒരു വാടാമല്ലി നിറത്തിൽ ഒരു വെള്ളി അലങ്കാരങ്ങളോട് കൂടിയ അതിമനോഹരമായിട്ടുള്ള ഒരു കുട ഉയർത്തിയിരിക്കുന്നു. ആളുകളും പ്രായവ്യത്യാസമില്ലാതെ ആളുകൾ ഇങ്ങനെ പൂരപ്രേമികൾ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉദ്യാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോരോ കുടകൾ നമ്മളെ ഓരോരോ വർണ്ണങ്ങൾ. ഇതാ മറ്റൊരു വർണ്ണം ഇപ്പോൾ പാറമേക്കാവ് വിഭാഗം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിറം ഗജനിരയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കൂട. തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഇവിടെ നീല ഷെയ്ഡ് മഞ്ഞു ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോഴും ആ നിറത്തിൻ്റെ യഥാർത്ഥ നിറം എന്താണെന്ന് പറയാൻ നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. പക്ഷേ ആ കലാകാരന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ നിറത്തിലേക്ക് എത്തിയത്, ആ അലുക്കുകളിലേക്കും ആ അലങ്കാരങ്ങളിലേക്കും എത്തിയത് എങ്ങനെയായിരിക്കും അത് ദൂരക്കാഴ്ചയിലും അതുപോലെ തന്നെ ക്യാമറ കണ്ണുകളിലും ആ ഓരോ കുടയും സൃഷ്ടിക്കാൻ പോകുന്ന പ്രപഞ്ചം എന്താകുമെന്ന് ആ കണക്കുകൂട്ടി തന്നെയാണ് തിരുവമ്പാടി അടുത്ത കുട ഉയർത്തിയിരിക്കുന്നത്. തിരുവമ്പാടി ഇത്തവണ കുറച്ച് ലൈറ്റ് നിറങ്ങളെ പിടിച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ഇതോടകം തന്നെ ഉയർത്തിയതിൽ കൂടുതലും വെള്ളയും അതുപോലെ തന്നെ വെള്ളയോട് സാമ്യമുള്ള ലൈറ്റ് നിറങ്ങളാണ് ഇപ്പോൾ തിരുവമ്പാടി ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെ പ്രദർശിപ്പിച്ചതിൽ കൂടുതലും എന്ന് നമുക്ക് പറയേണ്ടി വരും. വെള്ള നിറത്തിൽ ചുവന്ന പുള്ളികളോട് കൂടിയ ഒരു കുട. ഇപ്പോഴിതാ മറ്റൊരു കുട മറ്റു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിറത്തോടു കൂടിയ മഞ്ഞയോട് സാദൃശ്യമുള്ള മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു നിറം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് ഇപ്പോഴിതാ ഒരു പച്ചക്കുട തന്നെ, ഒരു ഇളം പച്ച നിറത്തിലുള്ള ഒരു കുട തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നു പാറമേക്കാവ് വിഭാഗം. ഇപ്പോഴും നമുക്ക് പഴയകാല സിനിമകളിലെല്ലാം തന്നെ പഴയകാല ഫാഷനെല്ലാം ഉൾപ്പെടുന്ന തരത്തിലൊരു വെള്ളയിൽ ചുവന്ന പുള്ളികളുള്ള ഒരു കുടയാണ് ഇപ്പോൾ നമ്മളെ പഴയ നൊസ്റ്റാൾജിയയിലേക്ക് കടന്നു പോകുന്ന ഒരു ഡിസൈനാണ് ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. അതിനോട് വളരെ മഞ്ഞയും നീലയും ഇടകലർന്ന ഒരു തിളക്കമുള്ള കുട പ്രദർശിപ്പിച്ചുകൊണ്ട് പാറമേക്കാവ് അതിന് മറുപടി നൽകിയിരിക്കുന്നു. ഗജനിര സജീവമായിരിക്കുന്നു, ആലവട്ടങ്ങളും ഇങ്ങനെ സജീവമായിരിക്കുന്നു. ആ അഴകോടെ തൃശ്ശൂർ പൂരം, അമ്പോടെ തൃശ്ശൂർ വീണ്ടും ഇതാ കുട മാറ്റിയിരിക്കുന്നു തിരുവമ്പാടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മഞ്ഞക്കുട അവർ ഒരുക്കി വെച്ചിരിക്കുന്നു, ഒരു സ്വർണ്ണവർണ്ണത്തിലുള്ള കുട അവർ ഒരുക്കി വെച്ചിരുന്നു. ആ മനോഹരമായിട്ടുള്ള സ്വർണ്ണ കുട ഇപ്പോഴിതാ ഗജനിരയ്ക്ക് മുമ്പിൽ അരങ്ങേറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് നല്ല തിളക്കമുണ്ട് ആ കുടയ്ക്ക് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അത് മനോഹരമായ കുട പാറമേക്കാവിൻ്റെ വിഭാഗവും മറ്റ് രണ്ട് വർണ്ണങ്ങളോട് കൂടിയ ഒരു കുട, നിറങ്ങളെ കൃത്യമായി വിഭജിച്ച ഒരു കുട. അത് ഒരു ഓറഞ്ച് നിറവും അതുപോലെ തന്നെ വെള്ള നിറവും കൃത്യമായി വിഭജിച്ചു കൊണ്ടുള്ള ഒരു കുടയാണ്
പാറമേക്കാവ് വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായ ഒരു ചില അലങ്കാരങ്ങളുണ്ട്. അതിലിതാ ചില ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു കുടയാണ് അത് എന്ന് നമുക്കിപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ ഹൈന്ദവ ചരിത്രങ്ങളുമായും ഐതിഹ്യങ്ങളുമായും എല്ലാം ബന്ധമുള്ള കഥാസന്ദർഭങ്ങളെല്ലാം ഈ ഗജനിരയ്ക്ക് മുകളിൽ ഇങ്ങനെ മാറി മറയേണ്ടതായിരുന്നു. കുടമാറ്റത്തിലേക്ക് പോകുന്നു. തിരുവമ്പാടിക്ക് മറുപടിയുമായി പാറമേക്കാവിൻ്റെ അടുത്ത കുടമാറ്റത്തിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും നീല നിറത്തിലുള്ള മനോഹരമായ ഒരു കുടയാണ് ഇപ്പോൾ മറുപടിയായി ഇതാ എത്തിയിരിക്കുന്നു. പിങ്ക്, ഒരു മജന്ത നിറം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കുട നിവർത്തിയിരിക്കുകയാണ് ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം. പാറമേക്കാവ് വിഭാഗം വീണ്ടും കുട നേരത്തെ മാറ്റിയിരുന്നു. അത് മനോഹരമായിട്ടുള്ളൊരു കടും നീല നിറത്തിലുള്ള അതിൽ തന്നെ നല്ല അലങ്കാരങ്ങളുള്ള മറ്റൊരു കുടയും ഉയർത്തിയിരിക്കുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും അങ്ങനെ മത്സരിച്ച് ഇങ്ങനെ കുടകൾ മാറ്റി ആളുകളെ ഇങ്ങനെ ആഹ്ലാദത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പാറമേക്കാവും തിരുവമ്പാടിയും. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആളുകൾ ആവേശത്തോടെ കൈകളിങ്ങനെ ആകാശത്തേക്ക് വലിച്ചെറിയുകയാണ്. ആ താളത്തിനൊപ്പം, ആ മേളത്തിൻ്റെ താളത്തിനൊപ്പം ഓരോ കുട മാറ്റുമ്പോഴും അവരിലൂടെ അരിച്ചു കയറുന്ന ഒരു ആവേശമുണ്ട്. ആ ആവേശത്തിൽ മേളത്തിൻ്റെ ആവേശം ഓൾറെഡി തന്നെ ഇതോടകം തന്നെ അവരെ ശരീരത്തെ ഒന്നാകെ മാറ്റിയിരിക്കുന്നു. ഒരു ദുർഗാ ഭഗവതിയുടെ ചിത്രമുള്ള കുടയായിരുന്നു നേരത്തെ പാറമേക്കാവ് വിഭാഗം ഉയർത്തിയത് എന്ന് നമുക്കിപ്പോൾ ഒരു അടുത്ത കാഴ്ചയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആളുകൾ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയിലും മേളത്തിലുമെല്ലാം ഇരു വിഭാഗങ്ങളും ഇപ്പോൾ ഇതാ കുട മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു പച്ച നിറത്തിലുള്ള കുടയിലേക്ക് തിരുവമ്പാടി വിഭാഗം മാറിയപ്പോൾ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കുട എന്താണ്, പാറമേക്കാവ് വിഭാഗം മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കുട എന്താണ് എന്ന് കാത്തിരിക്കുന്നു ഈ ജനസഞ്ചയം മുഴുവൻ. അവർ തീർച്ചയായും വീണ്ടും ഒരു കുട അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കും. ഇവരും ഉടൻ തന്നെ ആ കുടയിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് വളരെ കുറച്ച് കുടകൾ മാത്രമേ ഇത്തവണ പ്രദർശിപ്പിക്കൂ എന്ന് ഇരു ദേവസ്വങ്ങളും പറഞ്ഞിരുന്നു. കൃത്യമായി അധികം സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ഇത്തവണ കുടമാറ്റം പൂർത്തിയാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതോടകം തന്നെ ഈ കുറച്ച് കുടകൾ തന്നെ, സാധാരണമായ ഈ കുടകൾ തന്നെ പ്രദർശിപ്പിക്കുമ്പോൾ തന്നെ ഈ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആവേശം എന്താണ്, ഈ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന ആഹ്ലാദം എന്താണ് എന്ന് ഇതോടകം തന്നെ നമ്മൾ പ്രേക്ഷകർക്കെല്ലാം ഈ കാഴ്ചകളിലൂടെ മനസ്സിലായി കാണും. അതാണ് തൃശ്ശൂർ പൂരം സമ്മാനിക്കുന്ന കാഴ്ച. അതിനെ അനുഭവിച്ച് മാത്രം അറിയേണ്ട എത്രയോ വാക്കുകൾ നമ്മുടെ അക്ഷരമാലാക്രമത്തിലെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാലുള്ളതിനപ്പുറത്തേക്ക് അതാ വീണ്ടും ഒരു കുട, പല വർണ്ണത്തിലുള്ള കുട. നേരത്തെ പാറമേക്കാവ് വിഭാഗം ഉയർത്തിയിരുന്നു ഒരു ഓറഞ്ചും വെള്ളയും ഇടകലർന്ന ഒരു കുട. അതിന് സമാനമായി തന്നെ 3 നിറങ്ങൾ, ഇളം പച്ചയും കടും പച്ചയും വെള്ളയും ഉൾപ്പെടുന്ന മറ്റൊരു കുടയാണിപ്പോൾ പാറമേക്കാവ് വിഭാഗത്തിന് മറുപടിയായി തിരുവമ്പാടി വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. ഈ തിരുവമ്പാടിയുടെ ഗജനിരയുടെ കാഴ്ചയൊന്ന് നോക്കിയേ, എത്ര മനോഹരമാണ്. ആ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനടയുടെ പശ്ചാത്തലമാക്കി അവരിങ്ങനെ ഓരോ കുടയും മാറ്റുമ്പോൾ അവരുടെ പൂരത്തിന് ലഭിക്കുന്ന മനോഹാരിതയുണ്ട്, ആ പ്രൗഢിയുണ്ട്. അത് എത്ര മനോഹരമാണ് തിരുവമ്പാടിയെ ഗുണം ചെയ്യുന്നത്, തിരുവമ്പാടിക്ക് ഗുണം ചെയ്യുന്നത്. ഓരോ കുട മാറ്റുമ്പോഴും അവരുടെ ദൃശ്യങ്ങളിലേക്ക് മാറുമ്പോൾ പുറകിൽ ആ പഞ്ചാക്ഷരി, ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി എഴുതിയ ആ ഗോപുരം അവർക്ക് പശ്ചാത്തലം ഒരുക്കുകയാണ് തിരുവമ്പാടിക്ക്. തിരുവമ്പാടിയോട് അസൂയ തോന്നും പാറമേക്കാവിന്. കാരണം തീർച്ചയായും ആ ഗോപുരത്തിൻ്റെ പശ്ചാത്തലം ഈ കുടമാറ്റ സമയത്ത് തിരുവമ്പാടിക്കാണല്ലോ ലഭിക്കുക എന്നുള്ളത്. അതേ തിരുവമ്പാടി മറ്റൊരു കുട മാറ്റിയിരിക്കുന്നു. അത് അതിമനോഹരമായിട്ടുള്ള കുട, വലിയ നുറുങ്ങുകളായിട്ടുള്ള ചെറിയ അലങ്കാരങ്ങളുള്ള ബുത്തുകളുള്ള ഒരു കുടയെ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു തിരുവമ്പാടി. പാറമേക്കാവിലേക്ക് കണ്ണുകൾ നീളുന്നു. തിരുവമ്പാടിയുടെ കുട കണ്ടു, ഇനി പാറമേക്കാവിൻ്റെ കണ്ണുകളിലേക്ക് പോകുന്നു. ഈ നീലക്കുട മാറുന്നില്ലേ, ഈ നീലക്കുട മാറാൻ സമയമായില്ലേ, അടുത്ത കുട എന്താണ് എന്ന് കാത്തിരിക്കുകയാണ്. അടുത്ത കുടയിലേക്ക് കാത്തിരിക്കുകയാണ്. ആ ഗജനിരയ്ക്ക് പുറകിലുള്ള ആളുകളും കാത്തിരിക്കുന്നു. അടുത്ത കുട നമുക്ക് മറുപടി കൊടുക്കാൻ സമയമായി, അടുത്ത കുടയിലേക്ക് പോകാൻ സമയമായി എന്ന് അവർ പറയുകയാണ്. ഏതായാലും അവർ ഇപ്പോൾ അടുത്ത കുടയിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്കായിരിക്കും ഇപ്പോൾ ഇരു വിഭാഗവും കുട പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള കുട തന്നെയായിരുന്നു ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം പ്രദർശിപ്പിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്യാഹ്ലാദം നൽകി, അത്യാഹ്ലാദത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു കുട കൂടി ഉയർത്തുന്നു. അതിമനോഹരം
അതിമനോഹരം. ഓരോ കുടകൾക്കും നമ്മളിങ്ങനെ അതിമനോഹരം എന്ന് പറയുമ്പോൾ അതിന് പിന്നാലെ വരുന്ന കുടകൾക്ക് ഏത് വാക്ക് പറയുമെന്ന് അറിയാതെ നമ്മളിങ്ങനെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് കാവി നിറത്തിലുള്ള അതിതിളക്കമാർന്ന കുട, ഒരു നമ്മുടെ ദേശീയ പതാകയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തിടമ്പേറ്റിയ ആനയ്ക്ക് പച്ച നിറത്തിലും അതുപോലെ തന്നെ ഗജനിരയിലെ മറ്റ് 14 ആനകൾക്ക് ഓറഞ്ച് നിറത്തിലുള്ള ഒരു കുട പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവമ്പാടി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇത് കുട മാറ്റിയിരിക്കുന്നു. പാറമേക്കാവ് വിഭാഗം മറ്റൊരു കുടയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള കുട തന്നെയാണ് അത് എന്ന് പറയേണ്ടി വരും. എല്ലാ കുടകളും അതിമനോഹരമാണ്. ആ കാഴ്ചകൾ നൽകുന്ന സമ്മാനം. തിരുവമ്പാടി വേഗത്തിൽ മറ്റു കുടകളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. വേഗത്തിൽ കുടകൾ മാറ്റുന്ന കാഴ്ച തിരുവമ്പാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പാറമേക്കാവ് വീണ്ടും കുടയിലേക്ക് മാറുന്നു. ആ ആകാശ ദൃശ്യം കണ്ടില്ലേ, എത്ര മനോഹരമാണ് ഈ ആകാശ ദൃശ്യം. ആളുകളിങ്ങനെ തിങ്ങിത്തിറഞ്ഞു നിന്ന് ആകാശത്തേക്ക് കൈകളെറിഞ്ഞ് താളത്തിനൊപ്പം കൈകളെറിഞ്ഞ് അവർ ഈ കുടമാറ്റത്തിൻ്റെ ഭംഗി, ആ ചാരുത, ആ മേളത്തിൻ്റെ ആ ഒരു ലഹരിയെല്ലാം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടുള്ള കുടകളിലേക്ക് കുടമാറ്റത്തിലേക്ക് പോവുകയാണ്. മനോഹരമായുള്ളൊരു കുടമാറ്റം ആ പാറമേക്കാവിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. തിരുവമ്പാടി അതിവേഗത്തിൽ തന്നെ ആ കുടമാറ്റത്തിലേക്ക് പോവുകയാണ്. എന്തായാലും പുതിയ കുട മാറ്റിക്കൊണ്ട് അതിനൊരു മറുപടിയായി തിരുവമ്പാടിക്ക് ഒരു മറുപടിയായി ആ പാറമേക്കാവിൻ്റെ ആ പുതിയ കുട മാറ്റിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുട കൂടി ഉയർത്തിക്കൊണ്ട് ആ കുടമാറ്റത്തിന് മറുപടി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കാത്തിരിക്കുന്ന ആ കാഴ്ചകൾക്കൊക്കെ തന്നെ അത്ര ഭംഗിയുണ്ട്, അത്ര ഭംഗിയാണ്. പൂഴിയിട്ടാൽ താഴാത്ത രീതിയിലേക്കുള്ള ഒരു വലിയ ജനസംഖ്യയും ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ പൂരത്തെ ഒന്നാകെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് പൂരത്തെ ഒന്നാകെ നെഞ്ചേറ്റിക്കൊണ്ടുള്ള ആ കാഴ്ചകളൊക്കെ തന്നെ കണ്ടുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ കുടയായിരുന്നു പാറമേക്കാവ് വിഭാഗം ഉയർത്തിയത്. ഹനുമാൻ സ്വാമിയുടെ ആ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു കുടയാണ് ഇപ്പോൾ പാറമേക്കാവ് വിഭാഗം ഉയർത്തിയത്. കുറച്ച് മുമ്പ് ഉയർത്തിയ കുട, അതിൻ്റെ ഒരു ക്ലോസപ്പ് ദൃശ്യം ഞാൻ ഇപ്പോഴാണ് കാണാനിടയായത്. അതിൽ ഹനുമാൻ സ്വാമിയുടെ ദൃശ്യം നമ്മൾ കാണാൻ സാധിക്കും. ആ വിശറി വെച്ചുകൊണ്ടുള്ള താളം പിടിക്കുന്നത് കണ്ടില്ലേ, അവർ എത്രയോ മനോഹരമായിട്ട് അത് ആ കുടമാറ്റം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുടമാറ്റം അവസാനിച്ചിരിക്കുന്നു. പാറമേക്കാവ് വിഭാഗം കുടകളെല്ലാം ഉയർത്തിയതിനു ശേഷം ഇപ്പോഴിതാ ആ ഗജനിരയ്ക്ക് മുകളിലുള്ള ആനപ്പുറത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ തോർത്ത് വീശി ഇരിക്കുന്നു. അത് കുടമാറ്റം അവസാനിച്ചതിൻ്റെ ഒരു അടയാളമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കുട പ്രദർശിപ്പിച്ചിരിക്കുന്നു തിരുവമ്പാടി വിഭാഗം. ഇത് തിരുവമ്പാടി വിഭാഗം വന്നപ്പോഴുണ്ടായിരുന്ന അതേ കുടയാണ്. അതായത് അവരുടെ കുടമാറ്റവും അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാറമേക്കാവ് വിഭാഗം കുടകൾ അവസാനിപ്പിച്ചതിൻ്റെ ആ ഒരു ദൃശ്യം എന്നുള്ള നിലയ്ക്ക് അവർ ആ തോർത്തുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അവർ ഒരു സൂചന നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ തിരുവമ്പാടി വിഭാഗം തിരുവമ്പാടി വിഭാഗം തെക്കോട്ടിറങ്ങിയപ്പോൾ ആ ഒരു പിങ്ക് നിറത്തിലുള്ള കുടയും നടുക്ക് വളരെ അലങ്കാരങ്ങളോട് കൂടിയ പച്ച നിറത്തിലുള്ള കുടയുമായിരുന്നു അവരുണ്ടായിരുന്നത്. ആ കുടയിലേക്ക് ഇറങ്ങിപ്പോയി ആ കുടയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കുടമാറ്റം അവസാനിച്ചു എന്നതിൻ്റെ സൂചന തന്നെയാണ് അത് നൽകുന്നത്. എത്രയോ മണിക്കൂറുകൾ നീളേണ്ട കുടമാറ്റമായിരുന്നു അരുണേ ഇത്. എത്രത്തോളം കുടകൾ അണിയറയിൽ പൂർത്തിയായി ഈ പൂരപ്പറമ്പിലേക്ക് എത്താൻ കഴിയാത്ത എത്രയോ കുടകൾ അവിടെയുണ്ട്. അപ്പം തന്നെ എത്രയോ സ്പെഷ്യൽ കുടകളുണ്ട്. നമ്മുടെ ആനുകാലിക സംഭവങ്ങളെ വിഷയമാക്കിക്കൊണ്ടുള്ള എത്ര സ്പെഷ്യൽ കുടകളും അവിടെ ഉണ്ടായിരുന്നു. അവർ ആരെയും കാണിക്കാതെ അവർ ഒളിപ്പിച്ചു വെച്ച എത്രയോ കുടകളുണ്ടായിരുന്നു. അതൊന്നും പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല. നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കുടമാറ്റത്തിൻ്റെ സമയം കുടമാറ്റത്തിൻ്റെ എണ്ണം വെട്ടിക്കുറച്ചു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയോടുകൂടി നമ്മൾ സ്വയമേവ നമ്മളൊരു അടക്കം പാലിച്ചതാണ്. ഈ അടക്കം മറ്റൊന്നിനുമല്ല, ഇപ്പോഴുണ്ടായ എല്ലാ വീഴ്ചകളെയും ഇപ്പോഴുണ്ടായ എല്ലാ പിഴവുകളെയും തിരുത്തിക്കൊണ്ട് തന്നെ അടുത്ത വർഷത്തെ പൂരം എത്ര മനോഹരമാക്കാമെന്ന് നിങ്ങൾ കണ്ടുകൊള്ളൂ. പ്രിയ കേരളമേ, ഏറ്റവും അടുത്ത വർഷത്തെ പൂരമായിരിക്കാം ഈ പൂരം കേരളം കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള പൂരമെന്ന് ഉറപ്പ് നൽകുന്നതാണ് ഈ അടക്കം. ഈ പൂര ദിവസം അങ്ങനെ അടങ്ങിയിരിക്കുന്നവരല്ല തൃശ്ശൂർക്കാർ എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ അടങ്ങിയിരിക്കുന്നവരല്ല പാറമേക്കാവും തിരുവമ്പാടിയും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഉയർത്താൻ കഴിയാത്ത കുടകളിലുള്ള വിഷമമെല്ലാം അവർ അടുത്ത തവണ തീർത്തിരിക്കും. ഇത്തവണ എത്താൻ കഴിയാതിരുന്ന ആളുകളെല്ലാം തന്നെ അടുത്ത തവണ എത്തിയിരിക്കും. ഇത്തവണ
ആകാശപൂരം നമ്മൾ ഇത്തവണ കണ്ടില്ല. ഈ ആകാശപൂരം ഇത്തവണ അടുത്ത തവണ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. കാരണം അതിമനോഹരമായിട്ടുള്ള ആകാശപൂരം തന്നെയായിരിക്കും അടുത്ത തവണ ഉണ്ടാകുക. ഈ പുരുഷാരം കണ്ടില്ലേ, ഇത്തവണ പൂരം നിയന്ത്രിച്ചു എന്ന് കേട്ടറിഞ്ഞവർ തന്നെയാണ് ഇവർ. അവർക്ക് മുന്നിലേക്ക് സ്പെഷ്യൽ കുടകൾ എത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എത്തിയത്. അവർക്ക് മുന്നിലേക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വലിയ കാഴ്ചകൾ അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നറിഞ്ഞെത്തിയവർ തന്നെയാണ് അവർ. എന്നിട്ടും അവർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാൻ രൂപം കൊടുത്തിട്ടുള്ള ഒരു ശക്തൻ തമ്പുരാൻ പരുവപ്പെടുത്തിയെടുത്ത ഒരു പൂരം, അത് ഇത്രമേൽ ജനകീയമാക്കിയത്, ഇത്രമേൽ വലിയ സ്വാധീനമുണ്ടാക്കിയത്, ജനങ്ങളിൽ ഇത്രമേൽ സ്വാധീനമുണ്ടാക്കിയത് ഈ ജനങ്ങളുടെ ആത്മസമർപ്പണം തന്നെയാണ്. ഇന്ന് പൂരപ്പറമ്പിലെത്തിയ ജനങ്ങളാണ് യഥാർത്ഥ പൂരപ്രേമികൾ. എന്ത് മനുഷ്യരാണവർ. എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ ചൂടിൻ്റെതടക്കമുള്ള പ്രശ്നങ്ങൾ അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ആ വലിയ രീതിയിലുള്ള കുപ്രചാരണങ്ങളെ എല്ലാം തള്ളിക്കൊണ്ട് ഈ പൂരത്തിന് ഇന്നത്തെ ദിവസം ഞാനിവിടെ ഉണ്ടാകണമെന്ന് തീർച്ചപ്പെടുത്തി അവിടെ എത്തിയവരാണ് അവർ. ആ ജനസഞ്ചയത്തിന് മുമ്പിലാണ് ഇപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ പൂരകേരളത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച. അതിമനോഹരമായിട്ടുള്ള കുടമാറ്റം പൂർത്തിയായിരിക്കുന്നു. തെക്കോട്ടിറക്കത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്താനൊരുങ്ങുകയാണ്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഗജനിര ഇപ്പോൾ തന്നെ വടക്കുന്നാഥൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സുരാജ് റൗണ്ടിലൂടെ തിരികെ അവരുടെ തട്ടകത്തിലേക്ക് കടന്നു പോകും. അതാണ് ഇനിയുള്ള കാഴ്ച. അതുപോലെ തന്നെ തിരുവമ്പാടി വിഭാഗവും ഈ തെക്കേ ഗോപുരനടയ്ക്ക് മുമ്പിലൂടെ കടന്നു പോവുകയും ചെയ്യും. അങ്ങനെ കുടമാറ്റത്തിന് ഈ മേളം സമാപിക്കുന്നതോടുകൂടി സമാപനമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാഴ്ച. തൃശ്ശൂർ പൂരത്തിൻ്റെ പകൽ കാഴ്ചകൾക്ക് അതിനെ സമാപനമാവുകയാണ്. ഇന്ന് രാവിലെ അതിപുലർച്ചെ മുതൽ ആരംഭിച്ചതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. കടിമംഗലം ശാസ്താവ് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി മഴയും വെയിലും ഏൽക്കുന്നതിന് മുമ്പേ വടക്കുന്നാഥനിലെത്തി മടങ്ങണമെന്നുള്ള ആ ചിട്ട പാലിച്ചുകൊണ്ട് ആദ്യമെത്തിയ കടിമംഗലം ശാസ്താവ് പിന്നീടെത്തിയ ഓരോരോ ഘടകക്ഷേത്രങ്ങളൊന്നായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എങ്ങനെയാണ് പൂരകേരളം വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ വരവേറ്റത് എന്ന് പ്രേക്ഷകർ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചതാണ്. അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് തെക്കോട്ടിറക്കത്തിന് മുന്നോടിയായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളവും അതിനു മുൻപേ അരങ്ങേറിയ അതിമനോഹരമായിട്ടുള്ള വടത്തിൽ വരവ് പഞ്ചവാദ്യവും നമ്മൾ കണ്ടു, ആസ്വദിച്ചു, നമ്മളെല്ലാം അറിഞ്ഞു. ഓരോ പൂരവും സമാനമായിട്ടുള്ള കാഴ്ചകളെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചു കൊണ്ട് പോകുമ്പോൾ ഈ നിയന്ത്രണങ്ങൾക്കിടയിലുള്ള പൂരവും ഞങ്ങൾ അനുഭവിച്ചു. ഈ നിയന്ത്രണങ്ങൾക്കിടയിലുള്ള പൂരവും നമ്മൾ ആസ്വദിച്ചു. ഇപ്പോഴിതാ ഈ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് നമ്മൾ തൃപ്തപ്പെടുകയാണ്. ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇപ്പോഴിതാ കുടമാറ്റത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് ജനങ്ങൾ മടങ്ങുകയായി. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്ക് പരിമിതമായിട്ടുള്ള കാഴ്ചകളെങ്കിലും സമ്മാനിച്ചുകൊണ്ട് ഈ കുടമാറ്റം ഇപ്പോൾ സമാപനമായിരിക്കുകയാണ്. ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇത്രയും ദൈർഘ്യം കുറഞ്ഞിട്ടുള്ളൊരു കുടമാറ്റം എന്നുള്ളത് തീർച്ചയാണ്. കുടമാറ്റം അതിൻ്റെ ജനകീയ പ്രൗഢി ആർജിച്ചതിന് ശേഷം ഇത്രമേൽ ചെറിയ കുടമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ വർഷം മനസ്സിലെല്ലാം തന്നെ കുറിക്കപ്പെടും. നിയന്ത്രണങ്ങളുടെ പേരിലെങ്കിലും ഞങ്ങൾ പൂരം ആഘോഷിച്ചുട്ടോ എന്ന് പറയുന്ന തൃശ്ശൂർക്കാരുടെ ശൈലിയിലൂടെ ഞങ്ങൾ ഇത്തവണ പൂരം നടത്തി കേട്ടോ എന്ന് പറയുന്ന തൃശ്ശൂർക്കാരുടെ ശൈലിയിൽ പറയുന്ന പോലെ ഈ പൂരവും ഞങ്ങൾ നടത്തി. കൃത്യമായും നമുക്കറിയാം നമ്മൾ നമ്മുടെ വിട്ടുപോയ ആ 15 സഹോദരങ്ങളുണ്ട്. ആ 15 സഹോദരങ്ങൾ പോലും ആഗ്രഹിച്ചത് ഈ പൂരം ഗംഭീരമായി നടക്കാൻ വേണ്ടിയാണ്. അവർ മാസങ്ങളോളം കഷ്ടപ്പെട്ടത് ഈ പൂരത്തിൽ ആകാശവിസ്മയം തീർക്കുന്നതിന് വേണ്ടിയാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഏറ്റവും ഭംഗിയായി നടക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി അഭിലാഷമായിരിക്കുന്നു ഈ പൂരം എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്ക് പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഈ ജനസഞ്ചയം തിരികെ മടങ്ങുകയാണ്.